ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറാട്ടിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റിയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ 800 ഗ്രാം, ഒരു ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കൂടുതൽ വേണ്ട, 1/4 ടീസ്പൂൺ മാത്രം മതി. കൂടുതലായ ചിക്കൻ ചുക്കയുടെ കളർ ഒന്നാകെ ചേഞ്ച് ആവും. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുത്തു. ഇനി ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ. അതുവരെക്കും സബോള കട്ട് ചെയ്യാം. ഞാൻ 3 സബോളയാണ് എടുത്തിട്ടുള്ളത്, 2 വലുതും 1 ചെറുതും. ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം എടുത്തോളൂ. ഇപ്പോൾ സബോള എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഞാൻ ചതച്ചെടുക്കുകയാണ് ഉള്ളത്. 3 പച്ചമുളക്, കറിവേപ്പില, ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവണ വരക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗോൾഡൻ കളറായി. ഇനി ഉള്ളി കോരിയെടുക്കാം. ഞാൻ സെയിം പാനിൽ തന്നെയാണ് ഉള്ളി വറുത്തതും ഉണ്ടാക്കുന്നതും. അപ്പോൾ ആ എണ്ണ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു മാറ്റി. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കണം, അതാണ് ചിക്കൻ ചുക്കയ്ക്ക് ടേസ്റ്റ് കിട്ടുക. ഇനി അതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ചേർക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ അത്രക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, എരിവുണ്ടാവും. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം, പച്ചമണം പോണ വരക്കും. അതിനുശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയുടെ ചേർത്തി കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം. ഇനി ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ വെന്തു വന്നു. ഇനി അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാല ചിക്കനിലോട്ട് പിടിക്കേണ്ട രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. ഇനി ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് ഇളക്കി കൊടുത്തു നോക്കാം. ഇപ്പം എല്ലായിടത്തും മസാല പിടിച്ചിക്കണ്. ഇപ്പോൾ ചിക്കൻ എല്ലാം നല്ലപോലെ വെന്തു. ഇനി അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചോളൂ. അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയും ചിക്കനും നല്ലപോലെ പിടിക്കണം. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കാം. അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ചിക്കനിലോട്ട് മസാല നല്ലപോലെ പിടിച്ചു വന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി. ഇനി കുറച്ച് കറിവേപ്പിലയൂടെ ഇട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴിക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.